5 മാസത്തില് തല ഉറച്ചു, കമിഴ്ന്നു പോയി ഒക്കെ ആയതായിരുന്നു. ചേട്ടനൊരു ഉമ്മ എടുക്കോ? സന്തോഷായ? നമ്മളിപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കല്ലേ. ചെറിയ കാലിന്റെ ഒരു മുടന്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാൽ മതിയായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ആവില്ല. അങ്ങനെയൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് നിൽക്കുന്നത്. ബെസ്റ്റ് സ്മൈൽ ഓഫ് ദി ഇയർ ആയിരുന്നു അല്ലേ? ബെസ്റ്റ് സ്മൈൽ ഓഫ് ദി ഇയർ. പക്ഷെ ആൾക്ക് പ്രശ്നം മുഴുവൻ ബ്രെയിനിലായിരുന്നു. അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ ഒരു കുട്ടി എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. മെന്റലി അവന് ഇമ്പ്രൂവ്മെന്റ് ആയത് അവളുണ്ടായതിനു ശേഷമാണ്. ഇതുപോലെ ഉണ്ടായിരുന്ന കുട്ടി തന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾക്കപ്പോൾ ആ കുറച്ച് സമയം നമ്മുടെ ലേറ്റ് ആയതിന്റെ ആയിരിക്കാം ഇത്രയും അധികം അവന് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ബാധിക്കാനായിട്ട് കാരണം. ഇപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ആൾക്ക് കറക്റ്റ് ആളുടെ ടൈമിങ്ങിന് ആ കാര്യങ്ങൾ നടക്കണം. അല്ലെങ്കിൽ തന്നെ ഒരു നോട്ടമൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ തന്നെ ഒരു നേരം കഴിഞ്ഞ ആൾക്ക് കുളിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. ആൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടൊക്കെ നടക്കണം. ആളുടെ ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നു. ഇത്ര മണിക്ക് ഭക്ഷണം അവനറിയില്ല, അവൻ വിശക്കണമെന്ന് നമ്മളെടുത്ത് പറയില്ല. അപ്പൊ നമ്മള് കറക്റ്റ് ആ ടൈം നോക്കി ആൾക്ക് ഭക്ഷണം കൊടുക്കണം. മല്ലു മുംബൈ സ്വാതി ചാനലൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. നന്നായിട്ട് പോകുന്നുണ്ട്. കണ്ണന്റെ ഇപ്പൊ ഡെയിലി റുട്ടീനൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്ന ഞങ്ങൾ വന്നപ്പോ ഒന്ന് ശല്യപ്പെടുത്തിയായിരുന്നല്ലേ? കണ്ണൻ കുളിക്കേണ്ട സമയമായിരുന്നു. അതെ അതെ, കണ്ണൻ കുളിക്കേണ്ട സമയമായിരുന്നു. കണ്ണനെ കുളിക്കാൻ സമ്മതിച്ചില്ല അല്ലേ അണ്ണ? കണ്ണൻ പക്ഷെ ക്യാമറയും വീഡിയോ ഒന്നും ആയത് കാരണം ആൾക്ക് കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ ഇടഞ്ഞേനെ. ഇപ്പം നമ്മള് വന്നപ്പോ ഭയങ്കര ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ല ചിരിക്കുന്നത് എപ്പോഴായിരുന്നു? എങ്ങനെയായിരുന്നു? അത് അപ്ലൈ ചെയ്തതാണോ? അത് അല്ല, അത് ചേംബർ ഓഫ് കൊമേഴ്സ് വുമൻസ് വിങ്ങിന്റെ അവർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാണ്. ഇത് രണ്ടാമത്തെ ആളല്ലേ? രണ്ടാമത്തെ ആള്. ആള് വേഗം പോവാണ്. ഇപ്പൊ എങ്ങനെ കണ്ണന്റെ ഒരു ഡെയിലി റുട്ടീനൊക്കെ എങ്ങനെയാ പോവാ? ഡെയിലി എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് ആളുടെ പരിപാടികളൊക്കെ. ഫുഡ് കൊടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബാക്കിയൊന്നും അങ്ങനെ വലിയ വാശിയും കാര്യങ്ങളോ ഒന്നുമില്ല. ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ കുറച്ച് മടിയാ. ആൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, മധുരത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. അല്ലാത്തതൊക്കെ കഴിക്കാൻ ഇത്തിരി മടിയൊക്കെയാണ്. പിന്നെ ഒന്നും അവനെ കൊണ്ട് അങ്ങനെ വലിയ വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആള് എല്ലാത്തിനും സഹകരിച്ച് നിൽക്കുന്ന ഒരു പ്രകൃതാണ്. എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മള് ഉടച്ചു കൊടുക്കണം. ഉടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ കുറുക്ക് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കണം. കണ്ണന് ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? അവന് ശരിക്കും ബർത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 5 മാസം വരെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ഒരു പനിയോ ജലദോഷം പോലും ആ സമയം വരെ വന്നിട്ടില്ല. 5 മാസത്തിൽ പെട്ടെന്ന് തന്നെ ഒരു കരച്ചിലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു നൈറ്റിലൊരു കരച്ചില് പെട്ടെന്ന്. ഞങ്ങപ്പോ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞത് ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കരയാ ഒന്നെങ്കിൽ വയറുവേദന അല്ലെങ്കിൽ ചെവി വേദന അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ കരയാ. അപ്പൊ ചെവിയുടെ ഭാഗത്ത് തൊടുമ്പോഴായിരുന്നു കൂടുതൽ കരയുന്നുണ്ടായിരുന്നത്. അപ്പൊ പറഞ്ഞ ചെവി വേദനയായിട്ടാണ് കരയുന്നത്. മെഡിസിനൊക്കെ തന്നെ നമ്മളെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയിട്ടും കരച്ചിൽ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ആകെ പേടിയായി. എന്താ മെഡിസിൻ കൊടുത്തിട്ടും പിന്നെയും ഒരു വ്യത്യാസവും ഇല്ലേ കരച്ചിലിന്. അങ്ങനെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴും ഡോക്ടർ തന്നെയാണ് നമ്മളെടുത്ത് പറഞ്ഞ ചെവി വേദന തന്നെയാണ്, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇതന്നെ കരച്ചിലിന് ഒരു കുറവുമില്ല. അപ്പോഴും ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് ചെവി വേദനയാണ്, കുറയാതെയാണ് അങ്ങനെ. പക്ഷെ ആൾക്ക് പ്രശ്നം മുഴുവൻ ബ്രെയിനിലായിരുന്നു. 2 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഇരിക്കുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൈ ഇങ്ങനെ ബലം പിടിച്ചു നിൽക്കുക. അപ്പോഴും നമുക്കറിയില്ല. നമ്മൾ ഫിക്സ് എന്നൊക്കെ കേട്ടുള്ളത് നൊരമ്പതിയൊക്കെ വായിന്ന് വന്ന് വിറയ്ക്കുക അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ ഡോക്ടറെ നോക്കിയപ്പോഴാണ് പറയുന്നത് ഫിക്സിന്റെ കാണുന്നുണ്ട്, വേഗം തൃശ്ശൂർക്ക് കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് കുറച്ച് സമയം അവിടെ പോയി. അവന് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ട് 2 ദിവസം ആയിണ്ടായിരുന്നു. അപ്പോഴൊക്കെ ചെവി വേദന എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരിഞ്ഞാലക്കുട ഹോസ്പിറ്റലിൽ തന്നെയാണ് നിന്നത്. അപ്പൊ കുറച്ച് ലേറ്റ് ആയി അവൻ തൃശ്ശൂർ എത്താനായിട്ട്. നമ്മളും അറിഞ്ഞില്ല. അവിടെ ചെന്ന് MRI എടുത്തപ്പോഴാണ് ബ്രെയിനിൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നതൊക്കെ പോയി. 5 മാസത്തിൽ തല ഉറച്ചു, കമിഴ്ന്നു പോയി ഒക്കെ ആയതായിരുന്നു. പെട്ടെന്ന് തല ഉറച്ചതൊക്കെ പോയി. ഒന്നും വായക്കൂടെ കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലായി. ട്യൂബ് ഫീഡിങ് ആയിരുന്നു. പിന്നെ കുറെ നാൾ 1 മാസത്തോളം ICUലായിരുന്നു. ആ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവൻ പോലും ഇങ്ങോട്ട് തിരിച്ച് കിട്ടുമോ എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയവനെ. സ്വാതി ആ ഒരു വീഡിയോയില് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ സ്വാതി അതിനകത്ത് പറഞ്ഞ കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഹിറ്റ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും മുടന്തോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കിട്ടിയിരുന്നെങ്കിലും മതിയായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ കേട്ടപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ, നമ്മുടെ സ്വന്തം മകനെ അങ്ങനെ കാണാനോ അല്ലെങ്കിൽ
നമുക്ക് അങ്ങനെ തോന്നത്ത് പോലും ഇല്ല. അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളത് എങ്ങനെയാ അത് നമ്മൾ ഓവർകം ചെയ്യാന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. എങ്ങനെയായിരുന്നു ആ സമയത്ത് എനിക്കറിയാൻ ചോദിക്കാൻ പാടില്ലാത്ത നമുക്കത് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പൊ ജന്മന ജനിച്ചപ്പോ തന്നെ നമുക്കൊരു വൈകല്യമുള്ള കുഞ്ഞായിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അപ്പൊ തന്നെ നമുക്കറിയാം ഇനി ജീവിതകാലം മുഴുവൻ ചിലപ്പോ അവൻ ആ ഒരു സ്റ്റേജിൽ അപ്പൊ തൊട്ട് നമ്മളത് ആയിട്ട് പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കും. ഇതെന്ന് പറഞ്ഞാൽ ജനിച്ചു ഒരു കുഴപ്പമില്ല, നല്ല തക്കുട് കൊണ്ടനൊക്കെ ആയിരുന്നു കേട്ടോ. 4 കിലോന്റെ അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു, നോർമൽ ഡെലിവറി ആയിരുന്നു, ഒരു പ്രശ്നവും ഇല്ല. ആള് നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു കൊച്ചു പെട്ടെന്നൊരു കരച്ചിലിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്. അപ്പോഴും നമ്മൾ ചെവിവേദന സാധാരണ ഉണ്ണികൾക്ക് വരുന്ന പോലത്തെ ഒരു അസുഖം അങ്ങനെയാണ് നമ്മൾ കരുതിയത്. പെട്ടെന്ന് തന്നെ ജൂബിലിയിൽ എത്തി ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. അവിടുന്ന് ഡോക്ടർമാര് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും എന്താ പറയാ, നമുക്കതൊന്നും തരണം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ നമ്മളുടെ അടുത്ത് പറയുന്നത്. അവരൊരു വെന്റിലേറ്റർ മാറ്റിയിടാണ്, ഓക്സിജൻ ലെവലില് കുറവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് ഇവനൊരു വെന്റിലേറ്റർ അവിടെ മാറ്റിയിട്ടേക്കുന്നു. അവർ നമ്മളുടെ അടുത്ത് ഒരു ശതമാനം പോലും നമുക്ക് അവനെങ്ങോട്ട് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് പറയില്ലേ ഡോക്ടേഴ്സ്. അങ്ങനെയാണല്ലോ, അവരെന്തെങ്കിലും ഉറപ്പ് പറഞ്ഞിട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ച് നമ്മൾ ചോദിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് അവർ നമ്മളുടെ അടുത്ത് ഒരു ഉറപ്പും പറയില്ല. ഞാനിങ്ങനെ ICUയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഉരുകാന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരൊക്കെ വന്നിട്ട് നമുക്ക് നോക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ ആയപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. ഇത്രയും വലിയൊരു പ്രശ്നമാണ് ഇവന് വന്നതെന്നുള്ളത് അവിടുത്തെ ആ ഹോസ്പിറ്റൽ വാസത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ആദ്യം അതും നമുക്ക് അറിയില്ലായിരുന്നു, ചെറിയ എന്തോ പ്രശ്നമാണ്, ബ്രെയിനിൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോഴും നമ്മളത് അത്ര വലിയ കാര്യമാണെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ആ സമയത്തില്ല. പിന്നെ നമ്മൾക്ക് മനസ്സിലായി തുടങ്ങി ഇത് ചെറിയൊരു കാര്യമല്ല അവന് വന്നിട്ടുള്ളത്, വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മള് ICUലത്തെ ഇതൊക്കെ കഴിഞ്ഞ് റൂമിലേക്കൊക്കെ മാറുന്ന സമയത്താണ് ഡോക്ടേഴ്സ് നമ്മളെടുത്ത് പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ബ്രെയിനിലാണ് ചെറിയ ഡാമേജ് വന്നിട്ടുള്ളത്, ബ്രെയിനിന്റെ വളർച്ചയുടെ സമയത്താണ്. അപ്പൊ പിന്നെ ഇനിയുള്ള അവന്റെ ഓരോ ഫങ്ഷൻസിലും അതിൻ്റെതായ കുറവുകൾ കാണിക്കും, എന്തെങ്കിലും ഒരു വൈകല്യം എന്തായാലും അവന് കാണും. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കണ്ടില്ലേ ഈ പോളിയോ ഒക്കെ ആയിട്ട് ഓരോരുത്തര് ചെറിയ കാലിൻ്റെ ഒരു മുടന്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാൽ മതിയായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ആവില്ല. അങ്ങനെയൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് നിൽക്കുന്നത്. ഇരിങ്ങാലക്കുട ഹോസ്പിറ്റലിൽ കുറച്ച് സമയം അവിടെ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോ ആ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനെന്ന് സ്വാതിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതേ അവസ്ഥയിലുള്ള 2 കുട്ടികൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു ജൂബിലിയിൽ. ഞങ്ങൾ ഇതേ ബ്രെയിനിൽ വൈറൽ ഇൻഫെക്ഷൻ തന്നെ വന്നിട്ട് ഒരു കുട്ടി ഞങ്ങളെ ചെല്ലുമ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുമായിരുന്നു. എനിക്കിപ്പോഴും ആ കുഞ്ഞിന് ഓർമ്മയുണ്ട്, ആ കൊച്ചിന്റെ പേര് പോലും ഓർമ്മയുണ്ട്, മിൻഹ എന്നായിരുന്നു ആ കൊച്ചിന്റെ പേര്. അവൾക്കും ഇതേപോലത്തെ അവസ്ഥ തന്നെയായിരുന്നു, ബ്രെയിനിൽ വൈറൽ. അത് ഇതുപോലെ കുറച്ച് സമയം അവര് പാലക്കാടോ ആ ഭാഗത്ത് എവിടെ അവിടെ കുറെ ദിവസം അവരെ പോയി ലോക്കൽ ഹോസ്പിറ്റലില് എന്താ പ്രശ്നം എന്നറിയാതെ കുറച്ച് ദിവസം പോയതിന് ശേഷമാണ് അവർ ജൂബിലിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ഓക്സിജൻ ലെവലിൽ വേരിയേഷനൊക്കെ വന്നിട്ടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ ഒരു കൊച്ച് ഇതുപോലെ ചെറിയ ബുദ്ധിമുട്ടുകളും പനിയൊക്കെ ആയിട്ട് അവര് രാവിലെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ ജൂബിലിയിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പൊ പനിക്ക് മരുന്നുകളൊക്കെ തന്ന അവർ വീട്ടിലേക്ക് വിട്ടു. നൈറ്റിലും ഇതുപോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ നേരെ ജൂബിലിയിലേക്ക് തന്നെ വന്നു. ആ കൊച്ചിപ്പോ മിടുക്കനായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക.